മാമന്മാരെ ലൈൻ ഓഫാക്കിയിട്ടേക്കൊന്നു നമ്മുടെ തടി മുറിക്കുക കേട്ടോ. ഞങ്ങളിവിടെ പറഞ്ഞത് കേട്ടോ, ഞങ്ങൾക്ക് രാവിലെ കറണ്ട് ഇല്ല. മാമന്മാർ വന്ന് ലൈൻ ഓഫാക്കിയതാന്ന് തോന്നുന്നു. നമ്മുടെ അപ്പുറത്തെ വീട്ടിലേ തടി മുറിക്കുകയാണെന്ന് തോന്നുന്നു. അതായിരിക്കും നമുക്ക് കറണ്ട് വന്നും പോയി നിൽക്കുക രാവിലെ. നമ്മൾ രാവിലെ വെള്ളം അടിച്ചായിരുന്നില്ല, രാത്രിയല്ല നമ്മൾ വൈകിട്ട് വെള്ളം അടിച്ചു കേട്ടോ. അങ്ങനെ കാണും. എനിക്ക് വെള്ളമില്ലെങ്കിൽ സത്യം പോലെ ഭയങ്കര പാടാണ്. അപ്പുറത്തെ പെരയിൽ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഈ പെരയിലില്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ പെരയിൽ നിന്ന് എടുക്കാം. അപ്പോൾ 2 ടാങ്ക് ഉള്ളത് കൊണ്ട് നമുക്ക് കാര്യം കേട്ടോ. അങ്ങനെയാണ് ചില ദിവസം അക്കിടി പറ്റും നമുക്ക് കേട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം വാങ്ങിക്കും. ഞങ്ങൾ അങ്ങനെയൊക്കെ കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിച്ചൊക്കെയാണ് കഴിഞ്ഞു പോകുന്നത് കേട്ടോ. ഞങ്ങളുടെ അയലൊക്കെക്കാരൊക്കെ നല്ല അയലൊക്കെക്കാരാണ്. ഞങ്ങൾ അങ്ങനെ ഇച്ചി വെള്ളം തരുമോയെന്ന് പറഞ്ഞാൽ എടുത്തോന്ന് പറയുന്ന ആൾക്കാരാട്ടോ. ചിലരാണ്ട് വെള്ളം പോലും ചോദിച്ചാൽ കൊടുക്കത്തില്ല. എത്രയോ വീടുകളുണ്ട് അടച്ച് കൂട്ടിയിടുന്ന പൈപ്പ് വരെ ലോക്കാക്കി വയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലേ. നമ്മുടെ ഇവിടുത്തുകാരങ്ങനൊന്നും ഇല്ല കേട്ടോ. വെള്ളമല്ലേ, അപ്പോഴത് എപ്പോഴാ അങ്ങ് തഴോട്ട് വലിഞ്ഞു പോകുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. ഇല്ലേ മോളെ? നമുക്ക് അങ്ങനൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിച്ചൊക്കെയാണ് കഴിഞ്ഞു പോകുന്നത് നമ്മളിവിടെയൊക്കെ കേട്ടോ. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ തുടങ്ങാൻ പോകുന്നതൊക്കെ ഉള്ളൂ. നമ്മൾ എല്ലാം എടുത്തു കഴിഞ്ഞ് വൈകിട്ടാകുമ്പോഴത്തേന് നിങ്ങൾ വിചാരിക്കും അടിച്ച് നനച്ച് കുളിക്കാതെ വന്ന് കുത്തിയിരുന്ന് ഇൻട്രോ എടുക്കുമെന്ന്. ഇന്നലെ എനിക്ക് ഒത്തിരി കമൻറ്റ് വന്നു കേട്ടോ. ഞാൻ കുളിച്ചിട്ട് വന്നിരുന്ന ഇൻട്രോ എടുത്ത് എനിക്ക് സങ്കടം വന്നിട്ട് വയ്യാട്ടോ. ഇന്നലെ അവളെ വോട്ടിടാനും പോയിട്ട് വന്ന് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വെയിലെന്ന് പറഞ്ഞാൽ ഇച്ചിരി വെയിലില്ലാതെ തണലായിട്ടുള്ളിടത്തൂടെ നമ്മൾ നടന്നാലും നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് ഇങ്ങോട്ടത്ത് നമ്മുടെ മുഖത്തൊക്കെ അരിവാളിച്ച് നീരി. ഇന്നലെ ഞാൻ ആ ഇൻട്രോ എടുത്തുന്നുണ്ടല്ലോ, അവിടെ പോയിട്ട് വന്നാൽ വെയിലില്ലാത്ത സമയത്ത് 4:30 കഴിഞ്ഞ് നമ്മൾ പോയത് കേട്ടോ. എന്നിട്ടും കേട്ടോ ഇന്നലെ എത്ര പേരെന്നോട് ചോദിച്ചു ഞാൻ കുളിക്കാതെയും നനയ്ക്കാതെയും വന്നാണ് ഇൻട്രോ എടുക്കുന്നതിനും. എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. ഞാനിവിടെ വിളിച്ചു പോലും തന്നെത്താൻ ഇത്തിരി വിളിച്ചു. അത്ര വളർത്തില്ലല്ലോ ചേച്ചി. ഞാൻ ഇവിടെ നമ്മുടെ അണ്ണനോട് പറഞ്ഞു, നമ്മുടെ ചേച്ചിമാർ ഒത്തിരിയും ചോദിച്ചു കേട്ടോ, നീ കുളിക്കാതെയും നനയ്ക്കാതെയാണോ പെണ്ണെ വന്നിരുന്ന് ഇൻട്രോ എടുക്കുന്നതെന്ന്. എന്നിട്ട് പറഞ്ഞ സാരമില്ല കേട്ടോ, നീ നാളെ രാവിലെ അങ്ങ് ഇൻട്രോ എടുത്തോളാം. അതാ നമ്മളിപ്പോൾ രാവിലെ വന്ന് ഇൻട്രോ എടുത്ത കേട്ടോ. അപ്പോഴേ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ കരുതുന്നു. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നും തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അടിച്ച് നനച്ച് കുളിച്ചു, കാപ്പിയായി കേട്ടോ. പുട്ടുണ്ടാക്കി ഇവിടെ സമരത്തിൽ 2 പേര് കുത്തിയിരിപ്പുണ്ട്. ക്യാമറ തിരിച്ച് അതേ മോന്ത ഇത്രയും കാണാൻ നിങ്ങൾക്ക് കടന്തൽ കുത്തിയതാണോ എന്ത് കുത്തിയതാണോ എനിക്കറിയത്തില്ല. പുട്ടിൻ്റെ സമരം ഇവിടെ നടത്തുന്ന 2 പേരും. ഞാൻ എന്ത് ചെയ്യുന്നു എന്തോ ഞാൻ ഈ മാറ്റി പിടിക്കുന്നതെന്ന് നിങ്ങൾ പറ. ഞാൻ പറഞ്ഞു അമ്മയുടെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേരുണ്ട്, അങ്ങോട്ടൊക്കെ ഓരോ ആഴ്ച നിങ്ങളെ കൊണ്ട് നിർത്താമെന്ന്. അപ്പോൾ 2 പിള്ളേർ ഇവിടെ ഉണ്ട്. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് കമൻറ്റ് അയച്ചോളൂ കേട്ടോ. ഞാൻ അങ്ങോട്ട് വിടാം. ഒരാഴ്ച വീതം എല്ലാവർക്കും കേട്ടോ. 2 കൊച്ചുങ്ങളെ അങ്ങോട്ട് തന്നു വിടാം കേട്ടോ. അങ്ങനെ ഇവിടെ ഭയങ്കര ബഹളത്തിൽ 2 പേരും കൂടി ഇരിക്കുക. അപ്പോൾ ചോറായി. ഇനി എന്തെങ്കിലുമൊക്കെ നമുക്ക് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ PA ഉണ്ട്, മീൻ കൊണ്ടുവന്നു. ഇനി എന്തെങ്കിലുമൊക്കെ അടുക്കള കാട്ടിക്കൂട്ടാം നമുക്ക് കേട്ടോ. പിന്നെ തുടങ്ങാത്തതുകൊണ്ട് നമുക്കൊന്നും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനില്ല കേട്ടോ. എന്നാലും എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്നൊക്കെ കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ സുപ്പൂനെ. അപ്പോൾ എന്തോ മെനഞ്ഞാണത്തെ കുക്ക് വേൾഡോ ആ ചേച്ചിയാണോ അനിയത്തിയാണോ? അപ്പോഴും ഞാൻ ഇവിടുത്തെ അതെനിക്ക് മനസ്സിലായില്ല. ഞാൻ ഈ നാട്ടുകാരിയാണ്, കേരളത്തിലുള്ള കുട്ടിയാണോന്നാണോ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ പിള്ളേർ തന്നെ ആദ്യമൊക്കെ നമ്മൾ കുപ്പികളെ ഈ പൊട്ടൊക്കെ ഇട്ടുള്ള വീഡിയോ ആകുമ്പോൾ ഇവരുടെ കൂട്ടുകാർ എനിക്കങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ട്, ഞാൻ പുറത്തുള്ള ആളാണോന്ന്. എന്ന് വെച്ചാൽ വടക്കേണ്ടി അവരൊക്കെ ഇങ്ങനെ കുപ്പികളെയും പൊട്ടും ഇങ്ങനെ കുറിയൊക്കെ ഒരുപാട് ഇടുമല്ലോ. ഇതേ നമ്മളിവിടെ 7-ാം മൈലിൽ നമ്മുടെ കുഞ്ഞു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു പാവം കുട്ടിയാണിത് കേട്ടോ. അപ്പോൾ കുപ്പിവളയും ഇതുമൊക്കെ എനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കുപ്പികളെ ഉണ്ട് ഇഷ്ടം പോലെ എനിക്ക് നമ്മുടെ അണ്ണൻ വാങ്ങിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടുന്നു കേട്ടോ. അല്ലാതെ ഫാഷൻ ഷോയ്ക്ക് ഒന്നുമല്ല. പിന്നെ ഇന്നാളിൽ എന്നെ വിഷമിപ്പിക്കാൻ ഒരു കമൻറ്റ് എനിക്ക് അയച്ചിരുന്നു. എന്താ ഉപ്പും മുളകിലെ ആ കൊച്ചിൻ്റെ പേരെന്താ എനിക്കറിയത്തില്ല. എൻ്റെ കൂട്ട് നല്ല വണ്ണമുള്ള ഒരു കൊച്ച്. അതും നല്ലോണം കുപ്പികളാക്കി ഇടും. എത്ര മക്കളുണ്ട് മോളെ? അവർക്ക് 4 മക്കൾ കേട്ടോ. എൻ്റെ പ്രായം എന്നെക്കാട്ടിലും പ്രായം കുറവാണെന്ന് തോന്നുന്നു. ഉപ്പും മുളകിൽ ലൈറ്റ് ഉണ്ടല്ലോ, എനിക്ക്
അതിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരാളെ കണ്ട് അനുകരിക്കുന്നൊന്നും അല്ല കേട്ടോ. എനിക്കിഷ്ടമാണ് കുഞ്ഞുനാളിലെ കുപ്പികളെയൊക്കെ ഇഷ്ടമൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. ഒത്തിരി കൂട്ടം ഉമ്മാസിലെ നമ്മുടെ എൻ്റെ വലിയേച്ചി എന്ന് വിളിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നോട് പറഞ്ഞിട്ടുണ്ട് കുപ്പികളെ കാണിക്കണമെന്ന് കേട്ടോ. എല്ലാം അടുക്കി പറക്കിയിട്ട് ഞാൻ കാണിക്കും. ഇതിപ്പം പാലാച്ചേല കിടക്കുക, ഓരോന്നായിട്ട് കിടക്കുക. ഞാനിങ്ങനെ ഓരോ ദിവസം ഊരിയിടും, അങ്ങനെ കിടക്കും കേട്ടോ. അപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരേപോലെ സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരും കേട്ടോ. പിന്നെ ഇന്ദു ഒത്തിരി ദിവസം കൊണ്ട് എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ചേച്ചി കാണിച്ചു തരാം കേട്ടോ. ഒത്തിരി അങ്ങ് ഓരോന്നോരോന്നങ്ങ് പൊട്ടാറായി തുടങ്ങി. അപ്പോൾ രാത്രി എല്ലാവരും ചോദിക്കും രാത്രി കിടക്കും. ഞാൻ ഊരി വെക്കാറേ ഇല്ല കേട്ടോ. പിന്നെ ഓരോ ദിവസം മാറ്റിയിടും. പിന്നെ എനിക്ക് നൈറ്റിക്ക് ചേരുന്ന കുപ്പികളെ ഉണ്ട്, അതുകൊണ്ട് നമ്മളങ്ങ് ഇടും. എൻ്റെ മോനെ എനിക്ക് എടുത്തിരുന്നു കേട്ടോ മാച്ച് ചെയ്യുന്നത്. എൻ്റെ പൊന്നുമോനെ എനിക്ക് മാച്ച് ചെയ്യുന്ന വളയൊക്കെ എടുത്തിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇടുക കേട്ടോ. അല്ലാതെ നമ്മൾ വേറൊരാളെ അനുകരിക്കുന്നതും ഒന്നും അല്ല കേട്ടോ. പിന്നെ വിഷമിപ്പിക്കാനായിട്ടൊക്കെ കുറച്ച് പേരൊക്കെ വരും. അവരെ പോലെയാണ് നിങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ. നമ്മളൊന്നുമല്ല, നമ്മളൊക്കെ ജീവിച്ച് കാണിക്കുക നമ്മുടെയൊക്കെ കൊച്ചു വീട്ടിൽ കേട്ടോ. അല്ലാതെ ഒന്നുമല്ല കേട്ടോ. വേറൊരാളെ കണ്ട് നമ്മളൊന്നും ചെയ്യുന്നൊന്നും അല്ല കേട്ടോ. പിന്നെ നമുക്ക് അടുക്കളയിൽ ഇപ്പം തന്നെ എൻ്റെ ദൈവമേ ഇൻട്രോ ഒരു അടുക്കളയിൽ നമുക്ക് കുറച്ച് വെട്ടി ചുരുക്കി ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോഴും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി സന്തോഷം കേട്ടോ. എല്ലാവരോടും നമുക്ക് അപ്പുറത്ത് ആരാധന നടക്കും. അപ്പോൾ ഈശോ അപ്പച്ചൻ എല്ലാവരെയും എന്താ അനുഗ്രഹിക്കട്ടെ. നല്ല പാട്ടാണ് കേട്ടോ പാടുന്നതും. ഞാൻ കേൾക്കാത്ത പാട്ടാണല്ലോ. ചിലതൊക്കെ എനിക്കറിയാം കേട്ടോ. ഞാനിവിടെ പാടും എന്ന് വെച്ചാൽ എപ്പോഴും നമ്മളിങ്ങനെ പള്ളിയുടെ മുന്നിൽ എപ്പോഴും പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് മിക്കതും എനിക്കറിയാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുക്കളയിലോട്ട് പോകാം കേട്ടോ. ഇതിൽ കുറച്ച് കഴിക്കണേ അല്ലേ. അടുക്കള ചെന്നപ്പോൾ നമുക്ക് കറണ്ട് വന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ലൈന് ഓഫാക്കിയിട്ടേക്കും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞ് അടുക്കളയിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്താലും കേട്ടോ കാണത്തില്ല, വെട്ടമില്ലാത്തത് കൊണ്ട്. ഞാനല്ലെങ്കിൽ തന്നെ നമ്മുടെ മറ്റേ ഇതെല്ലാം കത്തിച്ചിട്ടത് കൊണ്ടാണ്, അങ്ങനെയാണല്ലോ വീഡിയോ എടുക്കുന്നത്. വെട്ടമില്ലെങ്കിൽ നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ വലിയ പാടാട്ടോ. ഞാൻ പിന്നെ മീൻകറിയും വെച്ചു, കൂമ്പ് തോരനും വെച്ചു, പപ്പടം കാച്ചണം, തൈര് ഇരിപ്പുണ്ട്. ഇവർക്ക് പച്ചമോരോ എന്തെങ്കിലും ആക്കി കൊടുക്കാം. പിന്നെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെട്ടക്കുറവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇനി പോകുന്നത്. നമുക്ക് കുറച്ച് വെളിയിലത്തെ ഭാഗം പാത്രമൊക്കെ കഴിയുന്നിടത്ത് ഷീറ്റ് ഇട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് വെട്ട അകത്തോട്ട് അങ്ങനെ കയറി വരത്തില്ല കേട്ടോ. പിന്നെ ഇവര് ഞാൻ പറഞ്ഞില്ലേ പുട്ടിനിവിടെ 2 പേര് സമരത്തിലാണ്. അപ്പോഴീ ഫ്രൂട്ട്സും കൊണ്ട് ഒരു ചേട്ടൻ വരും കേട്ടോ. പച്ചക്കറി, ഏത്തയ്ക്ക, തക്കാളിക്ക, പച്ചമുളക് ഇതെല്ലാം. പക്ഷേ വരുന്നത് ഒരു നല്ല ഒരു കാര്യമാണ്. ഞാൻ ഇല്ലാത്തപ്പോഴൊക്കെ വാങ്ങിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ തക്കാളിക്കയും പച്ചമുളകും വാങ്ങിച്ചു. പിന്നെ ഇവർ മാങ്ങ പഴുത്തത് ഇന്നാളും ഞാൻ വാങ്ങിച്ചത് നല്ല മാമ്പഴമായിരുന്നു കേട്ടോ. ആ ചേട്ടൻ തന്നത് കേട്ടോ. അങ്ങനെ കളിപ്പിക്കത്തൊന്നുമില്ല, നല്ല മാങ്ങയായിരുന്നു, പഴുത്ത മാങ്ങയായിരുന്നു. അതുപോലുള്ള വെള്ളം മൂവാണ്ടനാണെന്ന് തോന്നുന്നു. എന്നാൽ എല്ലാവരും പറയുമോ ഇതൊക്കെ അങ്ങോട്ട് അല്ല, അതൊക്കെ എല്ലാവരും ഇപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ. എല്ലാം നമ്മൾ അങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഇതെനിക്ക് നോക്കട്ടെ കഴിക്കുകയാണോ. ഞാൻ മുളക് പൊടി ഉപ്പുപൊടിയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. നിങ്ങൾക്ക് കൊതി വരും ചിലപ്പോൾ, എനിക്ക് അതിനെക്കാട്ടിലും കൊതി വരുന്നുണ്ട് കേട്ടോ. നല്ല മാങ്ങ, പഴുത്ത മാങ്ങ കേട്ടോ. അപ്പോഴേ ഇവരെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി ഞാൻ നല്ല മധുരം മക്കളെ. ഇത് നമുക്ക് മാങ്ങാണ്ടി കഴിക്കണം കേട്ടോ. ആരും പോവല്ലേ അവിടെ നിൽക്കണേ. നമുക്ക് മാങ്ങാണ്ടി കഴിക്കണം. ആർക്കൊക്കെ മാങ്ങാണ്ടി വേണ്ടത്. നല്ല സൂപ്പർ കഷ്ടമായിപ്പോയി കേട്ടോ മോളെ. നല്ല മാങ്ങ കേട്ടോ. ഞാൻ ഒരു 100 രൂപയ്ക്കാണ് വാങ്ങിച്ചത് കേട്ടോ. ഒത്തിരി തന്നു ചേട്ടൻ കേട്ടോ. എന്നെ പിന്നെ ഒരു പ്രാവശ്യം നമ്മുടെ ഇവിടെ വണ്ടി നിർത്തി ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ വന്നാലും നമ്മുടെ അടുത്ത് നമ്മളെ വിളിച്ച് ഒന്ന് സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. സുപ്പുവിൻ്റെ സ്നേഹം കൊണ്ടാണോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് അവർ കുറവല്ല, ഒരെണ്ണമെങ്കിലും അധികം ഇട്ട് തരും കേട്ടോ. ആ ചേട്ടൻ എന്തിനും മാങ്ങ അധികം ഇട്ട് തന്നു. നിങ്ങൾ നോക്കിയ സ്നേഹം അതല്ല കേട്ടോ. നമുക്കറിയാം ചില മനുഷ്യനെ നമുക്കറിയാം കേട്ടോ. അവർ തരുന്നവരാണ്. ചിലരങ്ങ് പിന്നെ എനിക്ക് അതൊക്കെ അവർക്ക് ദേഷ്യം കേട്ടോ. പിന്നെയും കുറവാണെന്നും പറഞ്ഞു അങ്ങോട്ട് അവരുടെ അടുത്ത് ഗുസ്തി പിടിക്കാൻ ചെന്നാൽ അവർക്ക് ആളെ പിടിയിട്ടും. ഞാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല കേട്ടോ. നിങ്ങൾ അവിടെ ഇരുന്നേ കൊതി വിളിക്കും.
കഷ്ടമായിപ്പോയി കേട്ടോ. ഒരു വരും, അടുത്ത ആഴ്ച വരും കേട്ടോ. 1 കിലോയും കൂടെ വാങ്ങിക്കണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വിഷുവിൻ്റെ തലേദിവസം ഇതേപോലെ വന്ന് ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. പിന്നെ പക്ഷെ നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് വാങ്ങിച്ചത് അത്ര തന്നെ വാങ്ങിയായിരുന്നു, പഴുത്തയല്ലായിരുന്നു. കണ്ടോ, തേനീച്ചയാണോ വരുന്നത്? തേനീച്ചയൊക്കെ അതേ എന്നെ കുത്താൻ വരുന്നു. നിങ്ങൾക്ക് വാങ്ങാണ്ട് വേണോ? വേണോ? നല്ല പഴുത്ത മക്കളേന്നാ, എനിക്ക് മാങ്ങാണ്ടി മതി. നല്ല മധുരം ഉണ്ട് കേട്ടോ. ജ്യൂസ് അടിക്കാനൊക്കെ നല്ലതാണ്. ഇവർക്ക് അങ്ങനെ ജ്യൂസ് അടിക്കുന്നതിനോടൊന്നും താല്പര്യമില്ല കേട്ടോ. നമ്മുടെ പിയേക്കും കൂടെ കൊടുക്കണം. അയ്യത്ത് നിന്ന് കിളയ്ക്കുന്നു, പിന്നെ നമുക്ക് ചെത്തി കൊടുക്കാം. എന്നാ ദേ എനിക്ക് മാങ്ങാണ്ടി മതി കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? ദേ ചേച്ചിയെ കൂയി മാങ്ങാണ്ടിക്ക് കൂട്ടുപോ. മിക്കവാറും ഇന്ന് ചോറുണ്ണാനേ പല്ല് വാടകയ്ക്ക് എടുക്കേണ്ടി വരും. കഴിച്ചവാ. നല്ല മധുരമുണ്ട് കേട്ടോ. ഞങ്ങൾ കഴിക്കട്ടെ. എല്ലാവരും പറയും പന്നലാന്ന്, പക്ഷെ നല്ല മാങ്ങയൊക്കെ വിളയാറായല്ലോ എല്ലായിടത്തും. ഇല്ല, നമ്മുടെ ചേച്ചിമാരും ഒക്കെ അല്ലേ നിന്നെ എപ്പോഴും കാണുന്നേ. അയ്യോ, ഇന്നലെ ലൈവില് നമ്മുടെ JS-ലെ അനിയത്തിക്കുട്ടി വന്നപ്പോൾ ഞാൻ ലൈവ് പോയപ്പോൾ നിങ്ങളെ രണ്ടുപേരെ അന്വേഷിച്ചെന്ന് പറയണം. നിങ്ങളുടെ ആരാധകർ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു അവർ ചാച്ചി ഉറങ്ങി, രാവിലെ അമ്മ പറയുന്നുണ്ട് ആൻറ്റി ഇങ്ങനെ പറഞ്ഞെന്ന്. ആൻറ്റി പുറത്താണ് കേട്ടോ, വേറെ പുറത്തെങ്ങാണ്ടാട്ടോ. ഇങ്ങനെ നെറ്റിൽ എന്നൊക്കെ പറഞ്ഞു. ഇവരുടെ രണ്ടിൻ്റെ ആരാധകരാണ്. ഇവരങ്ങനെ വീഡിയോയ്ക്ക് മുന്നിൽ വരത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിക്കാത്തത്. തന്നെ നിന്നല്ല നിനക്ക് അടി വാങ്ങിക്കും. അപ്പം ഞാനൊരു ഒറ്റയാൾ പട്ടാളമാണല്ലോ. നമുക്ക് പിന്നെ നമ്മുടെ അതെങ്ങനെ അമ്മയുടെ അടുത്തൊരു ചെല്ലാൻ ഒക്കത്തില്ല. മൊബൈലും കൊണ്ട് എന്നാൽ എന്നെ ഓടിച്ചു വിടും. രണ്ടെണ്ണം കൂടെ അവിടെ ഭയങ്കര ഗുസ്തി. എനിക്കറിയത്തില്ല, ഭയങ്കര ബഹളമൊക്കെ നടക്കുന്നു. ഇതേ ഇത് ഒടിച്ച് കളയണ്ട. ഇത് ഒടിച്ച് കളഞ്ഞാലേ എൻ്റെ ചെടിയെല്ലാം ഉണക്കും. അതിന് ഭയങ്കര വെയിലാണ്. വെട്ടിക്കളയണ്ട, ഭയങ്കര വെയിലാവും. എൻ്റെ ഓർക്കിഡ് കൂത്ത് വേണ്ടേ വീണ്ടും. ഞാൻ പറഞ്ഞില്ലേ ആൾക്കാര് കിളിയുടെ കൂട്ടുള്ള ഓർക്കിഡ് ഉണ്ടെന്ന് എനിക്കറിയാം. വേണ്ട കണ്ടോ, കിളിയുടെ കൂട്ടുള്ള ഓർക്കിഡ് കണ്ടോ. ഇവിടെ അങ്ങ് നിൽക്കാൻ വയ്യ കേട്ടോ, ചൂട് കൊണ്ട് സഹിക്കാൻ വയ്യ. വേണ്ട കണ്ടോ, ഇതാ ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ കിളി ഓർക്കിഡ്. പിന്നെ നമ്മുടെ മിന്നാമിന്നി ചെടി ഒത്തിരി 3-4 കളറുണ്ടായിരുന്നു മിന്നാമിന്നി. ഇപ്പം വന്നതേ ഈ മിന്നാമിന്നിയേ ഉള്ളൂ. എൻ്റെ കൊക്കിനെ മറിച്ചിടരുത്. വേണ്ട കണ്ടോ, ഈ ചെടി ഞാൻ താഴെ നട്ടിരുന്നേ. അപ്പോൾ താഴെ നിന്നപ്പോൾ എനിക്കൊരു രസം തോന്നിയില്ല. ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് ചെടിയൊന്ന് മാറ്റി തരണേ എന്ന് പറഞ്ഞ് ഞാൻ സത്യം നാക്കങ്ങോട്ട് എടുത്തിട്ടില്ല. അതിനു മുമ്പ് ദേ എനിക്ക് ഈ ചെടി പിഴുത് അങ്ങ് വെച്ചു. ഞങ്ങൾ പിന്നെ ഇങ്ങനെ ചട്ടിക്കകത്ത് നട്ട് കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ എല്ലാം പോച്ചയായി തുടങ്ങിയത്. ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് കുത്തിയിരുന്ന് ഞാൻ പറിക്കുക. എന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മളൊന്ന് പറിച്ചതാ, വീണ്ടും എന്തേ ആയി. അയ്യോ, ഭയങ്കര ചൂട്. അവിടെ പെട്ടെന്ന് പോച്ച കയറും. ദേ എനിക്ക് ഈ ചെടി ഇഷ്ടം പോലെ ഇവിടെ ആയി കേട്ടോ. വേണ്ടവരൊക്കെ ഓടി ആയോ. അത് ഉണങ്ങിപ്പോയി അല്ലയോ. നമ്മുടെ തുളസി എല്ലാം ഉണങ്ങിപ്പോയി. എൻ്റെ സ്റ്റൂളിൻ്റെ മണ്ടയിലോട്ട് എല്ലാം ഉണങ്ങിപ്പോയി. ഇനി മഴ പിടിക്കുമ്പോഴല്ലേ ഇത് തൈ വരത്തുള്ളൂ. ദേണ്ടോ ദേ ഈ ചെടി ഇവിടെ നിറച്ചുമായി പൊട്ടി അതിൻ്റെ കായ ഇത്. ഞാൻ പൊട്ടിച്ച് നോക്കട്ടെ. അരി ഒരെണ്ണം പോയി. വലിയ അരിയായിരുന്നു, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിൻ്റെ അരി ഇതിനകത്തൊരെണ്ണം കാണുമല്ലേ. അത് കടിച്ച് പറിച്ച് ഞാൻ. ഇതിനകത്തൊരെണ്ണം ഉണ്ടായിരുന്നു. തുളസിയൊക്കെ അവിടെ നിർത്തി വെക്കണേ, എല്ലാം വലിച്ചു പിഴല്ലേ.
തുളസി അല്ല, റോസ. ആ, അത് ഉണങ്ങിയതാ. ഓ, ഭയങ്കര ഉഷാറിലാട്ടോ. രാവിലെ മോല് പറയാം, എൻ്റെ വീഡിയോ എടുക്കുന്നില്ല, എൻ്റെ ഫോട്ടോ എടുക്കുന്നില്ല. യെസ്. ഓ യെസ്. ഹൗ ആർ യു? ഇങ്ങോട്ട് നോക്കിയേ. ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണ്ടേ? എവിടെ പാത്തിരിക്കുവാന്നോ? ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണ്ടേ? ഫൈൻ. ആ, ഹൗ ആർ യു? അന്നേരം എന്താ പറയുന്നേ? ഫൈൻ. അരിയെന്നോ? ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഫൈൻ എന്ന് പറയണം കേട്ടോ. എനിക്കറിയത്തില്ല, ഈ സായിപ്പിനെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ഞാൻ ഒരു പരുവായി. ഈ സായിപ്പ് ഒന്നും പറയണ്ട. ആ, അവിടൊക്കെ ഉണ്ട്. കൊട്ടയത് രണ്ടാമത്തെയോ? ഞാനന്നേരം തൂക്കത്തില്ലായിരുന്നു അവിടെ ഒന്നും. 2 വട്ടം കൊണ്ട് കളഞ്ഞല്ലയോ? ഇനിയുണ്ട് പോച്ച. അമ്മയുടെ അടുത്തോട്ട് പോകാതെ എൻ്റെ അടുത്ത് നിൽക്കുക. പതുങ്ങി ഇവിടെ നിന്ന് പോച്ചയെല്ലാം പറിക്കിയിട്ട് അമ്മ വന്ന് നോക്കിയിട്ട് പോയി. ഞാനും കണ്ടില്ല നമ്മുടെ സരസ് ഇവിടെ നിന്ന് കറങ്ങുന്നത്. എന്നോട് പറയും, ദോ നോക്കുന്നു. വേണ്ട, അവിടെ കിടന്ന് പോച്ച പറിക്കുക. ആ തുളസി ചെടിക്കകത്തേ ഞാനാണെങ്കിൽ മെഴുകുതിരി വെച്ച് പൂവുണ്ടാക്കിയായിരുന്നു. അതെല്ലാം പനലായിപ്പോയി. ചെറിയ തുളസിയുടെ കമ്പ് വേണം. ആ, ഇത് നല്ലൊരു തുളസിയായിരുന്നു, ഉണങ്ങിപ്പോയി. ആ, ഇനി ചെറുത് ഇനി കിളിച്ചു വരുന്നു. അവിടെ നിന്ന് ഇടുന്നു ചെറിയത് ഇനി കിളിച്ചു വരുന്നു. ഇത് പക്ഷെ വലിയതായിരുന്നു. അത് ഓടിച്ച് മടക്കി ഒരു പരുവാക്കി. കണ്ണിക്കൊള്ളരുത്. നമ്മുടെ ചിന്നു കിടന്ന് ചിലക്കുന്ന കേട്ടോ. നമ്മുടെ ചിന്നു ദേല അവിടെ ഇരിപ്പോണ്ട് തേക്കിന്റെ മണ്ടയിൽ ഇരുന്ന് ചിലക്കുന്ന അവള്. ആ, തുളസി ഒരു കമ്പ് ഇനി കുത്തി കൊടുക്കണം അതിന്. ആ, അവിടെ ഒരെണ്ണം നിപ്പോണ്ട്. പിഴണ്ട, അവിടെ നിക്കട്ടെ. പിഴുത ഉണങ്ങിപ്പോവും. ആളിവിടെ എല്ലാം പോച്ചയൊക്കെ പറിച്ചു തന്ന് ചായയൊക്കെ കുടിച്ച് ഇട്ടൊക്കെ ഇത്തിരി നേരം ഇരുന്നിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോഴേ ഇനി എന്നാ വരുന്നത്, ഇനി ഇപ്പോഴെങ്ങും ജോലി ഇല്ലെന്നും പറഞ്ഞൊക്കെയാണ് പോകുന്നത് ഇവിടുന്ന്. പക്ഷേ നാളെ ഒരു 8 മണിയാകുമ്പോഴത്തേന് ആളിവിടെ ഹാജരാണ്. ഞാനന്നേരം പറയേ, ഇന്നലെ ഉറങ്ങിയില്ലയോ? പാവം കേട്ടോ, രാവിലെ ഇനി വരും. നമ്മൾ വിളിച്ചാലും വിളിച്ചില്ലേലും നിൽക്കാനൊന്നും പറയണ്ട നമ്മൾ കേട്ടോ. രാവിലെ വന്ന് ഇപ്പോഴത്തെ ഒരു ഇതാണേ, രാവിലെ വന്ന് ചൂലെടുത്ത് തൂക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ആൾ വന്നിട്ടുണ്ടെന്ന്. അത് നമ്മൾ പറയുന്നതൊന്നുമല്ല തൂക്കാൻ കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ അങ്ങ് സ്നേഹം കൊണ്ടായിരിക്കാം കേട്ടോ. അപ്പോഴതൊക്കെ കഴിഞ്ഞു. ദേ വൈകിട്ടായി. ഇനി നമുക്ക് വിളക്ക് കൊളുത്തണം. മോള് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന കേട്ടോ. ചെടിക്ക് വെള്ളം ഒഴിക്കുക. അവിടെ നിന്ന് ഞാൻ പാത്തെടുത്തതാണ്. ചെടിക്ക് വെള്ളമൊക്കെ കുറച്ച് ഇന്നലെ തെക്കേ ഭാഗത്ത് ഒഴിച്ചു. ഇനി വടക്കേ ഭാഗത്ത് ഒഴിക്കണം കേട്ടോ. പിന്നെ ഇനി നമുക്ക് നമ്മുടെ പള്ളിയിലെ റാസ വരുന്നുണ്ട് ഇന്നും കേട്ടോ. ആനയുണ്ടോ എന്തോന്ന് എനിക്കറിയത്തില്ല. ഒട്ടകവും കുതിരയുണ്ട്. കൂടെ തന്നെ ഈ സുപ്രുവുണ്ട്. സുപ്രു കാണാൻ പോവാണ്, അതിൻ്റെ കൂടെ പോകുന്നില്ല. ഇപ്പോഴാണ് അറിയുന്നത് പിന്നെ അവരൊക്കെ ഉണ്ടെന്ന്. ഞാൻ ചെന്ന് കണ്ടില്ലേ, സങ്കടം വരത്തില്ലേ. നമുക്ക് റാസയൊക്കെ കാണാൻ പോകണം വൈകിട്ട് കേട്ടോ. നാളെ നമ്മുടെ റാസയുടെ വിശേഷങ്ങളൊക്കെ കാണിക്കാം ഞാൻ കേട്ടോ. നമുക്ക് റാസ കാണാനൊക്കെ പോകണം. മഴയൊന്നും ഇല്ലായിരിക്കാം ഇന്ന് കേട്ടോ, റാസയൊക്കെ വരുന്നത് കൊണ്ട്.
അപ്പോൾ അച്ചിട്ടാണ് ഞാൻ പറയത്തില്ല, ഇന്നാൾക്ക് റാസ അന്ന് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ പഴയ കാരണവത്തിമാർ ഒക്കെ പറയുന്നത് കറക്റ്റാണ്. നമ്മുടെ പള്ളിപ്പെരുന്നാളിന് ഇങ്ങനെ മഴ ചാറ്റൽ കാണും, നമ്മുടെ ഉത്സവത്തിന് മഴ ചെറുതായിട്ട് ചാറും എന്നൊക്കെ പറയുന്ന കറക്റ്റാണ്. അത് ഇന്നാൾക്ക് ഞാനൊന്ന് പറഞ്ഞായിരുന്നു, മറന്നുപോയി. അന്ന് കറക്റ്റായിട്ട് മഴ പെയ്തായിരുന്നു കേട്ടോ. ഏതിനായിരുന്നെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ പോയി കാണാൻ പോട്ടെ കേട്ടോ, കണ്ടിട്ടൊക്കെ വരാം. എന്നിട്ട് നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.